ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലസാനിയുടെ റെസിപ്പിയാണ്. സാധാരണ ലസാനിയ ഷീറ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്ന റെസിപ്പി വളരെ സിമ്പിളായിട്ട് ബ്രെഡ് കൊണ്ടും അതുപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സോസ് വെച്ചും ചെയ്യാവുന്ന വളരെ ടേസ്റ്റിയും എന്നാൽ സൂപ്പർ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യമേ തന്നെ ഇതിലോട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ്. അത് 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വളരെ കുറച്ച് 2-3 പിഞ്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്കുള്ള പ്രധാന കാര്യമാണ് ഒറിഗാനോ. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 2 പിഞ്ച് മാത്രം മുളക് പൊടിയാണ്. ഇത് പിരിയമുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി ഒരു വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെഡ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്സ സോസായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിലോട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. ഒരു പാത്രം വെച്ച് ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. ഈ മൈദ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ തന്നെ മൈദയും ബട്ടറും പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരിക്കലും ഇതിൻ്റെ കളർ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ബട്ടറാണ്, മൈദയൊക്കെ കൂടി നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്താൽ ബ്രൗൺ കളർ അടിക്കും. അങ്ങനെ ഒരിക്കലും തയ്യാറാക്കി എടുക്കരുത്. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. മൈദയുടെ ആ ഒരു പച്ചമണം മാറി കിട്ടിയാൽ മതി. അതിനുശേഷം ഇതിലോട്ടേക്ക് ഞാൻ 1 കപ്പ് പാല്, ഫുൾ ക്രീം ആയിട്ടുള്ള പാല് 240 ml ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര അളവിൽ വേണ്ടാന്നാണെങ്കിൽ പാലിൻ്റെ അളവ് നിങ്ങൾക്ക് കുറക്കാവുന്നതാണ് കേട്ടോ. ഇതിലോട്ട് 1 ബേ ലീഫും 1-2 ഗ്രാമ്പും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. കൂടെ ഒരു ചെറിയ കഷ്ണം സവാള ചേർക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ചേർത്ത ഈ 3 കാര്യങ്ങളും വൈറ്റ് സോസ് ഒന്ന് നല്ല രീതിയിൽ ക്രീമി ആയി കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് കേട്ടോ. അതായത് നമുക്ക് അതിനകത്ത് ആവശ്യമില്ല, ജസ്റ്റ് അതിൻ്റെ ഫ്ലേവർ മാത്രം കിട്ടിയാൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ മൈദ ഉള്ളത് കൊണ്ട് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലോട്ട് മാറും. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ ഒരു പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവില്ല, കുറച്ചുകൂടി നേരം ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുപോലൊരു ടൈം ആവുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ സാൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചതെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് യോജിപ്പിക്കുക. ഏറ്റവും നല്ലത് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടാറുമ്പോഴത്തേക്ക് ഇതൊന്നുകൂടി അങ്ങ് തിക്കായിട്ട് വരും. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഇതിലോട്ടുള്ള വെജിറ്റബിൾ ഫില്ലിംഗ് ആണ്. അപ്പോൾ സാധാരണ ചിക്കൻ വെച്ചും മട്ടൺ വെച്ചിട്ടും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ഫില്ലിംഗ് ചെയ്തെടുക്കാം. നമ്മളിന്ന് വെജിറ്റബിൾ ലസാനിയാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പാൻ ചൂടായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്ത് ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതിലോട്ടേക്ക് 1-2 വെളുത്തുള്ളി ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്, ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ. അതല്ലെങ്കിൽ സാധാരണ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ, വെളിച്ചെണ്ണയിൽ ഒരിക്കലും ചെയ്തെടുക്കരുത് കേട്ടോ. ഇനി ഇതിലോട്ടേക്ക് സവാളയാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ ഒരു ചെറിയ സവാള, വൈറ്റ് ഒനിയനാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് ഒനിയൻ തന്നെ വേണം നിർബന്ധമില്ല. എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാനത് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ സവാള ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒത്തിരി ബ്രൗൺ കളറാകുന്ന രീതിയിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വഴണ്ട് കിട്ടിയാൽ മാത്രം മതി. ഈ ഒരു ഫില്ലിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ക്യാരറ്റും നമ്മുടെ ഈ ഒരു സവാളയും അതുപോലെ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോൺ വെജായിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചിക്കൻ്റെ ഫില്ലിങ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലേവറിൽ ചിക്കൻ ഫില്ലിംഗ് ആക്കിയിട്ട് അത് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. വെജിറ്റബിൾസിൻ്റെ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പനീർ അതല്ലെങ്കിൽ മഷ്റൂംസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ഫില്ലിങ്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പച്ചക്കറികൾ ഒത്തിരി സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് റെഡിയായി കിട്ടിയാൽ മതി. ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ഒക്കെ ചേർക്കുമ്പോഴാണ്, ഈ ഫില്ലിങ്സിനകത്തൊക്കെ വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഫില്ലിങ്സും റെഡിയായി. അപ്പോൾ നമ്മൾ നേരത്തെ റെഡ് സോസും അതുപോലെ വൈറ്റ് സോസും നമ്മുടെ ഫില്ലിങ്സും ഇവിടെ റെഡിയായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ്. അപ്പോൾ വൈറ്റ് ബ്രെഡ് നമ്മൾ സാധാരണ റെഗുലർ ബ്രെഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാൽ മതി. മിൽക്ക് ബ്രെഡ് വേണമെങ്കിൽ മിൽക്ക് ബ്രെഡ് ഉപയോഗിക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക, ചെറിയൊരു രീതിയിലൊന്ന് പരത്തിയെടുക്കുക. ഇനി നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രെഡ് ഇതുപോലെ റോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ റോൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അതേ രീതിയിൽ സൈഡ് കട്ട് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി.
ഇനി നമുക്കിതിനകത്ത് ഒരു പാത്രം വേണം ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട്. ഞാനിപ്പോൾ ഗ്ലാസിൻ്റെ ഒരു ബൗളാണ്, അതായത് ചൂട് തട്ടുമ്പോൾ പൊട്ടാത്ത രീതിയിലുള്ള പാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബേക്കിംഗ് ട്രേയോ ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രം ഉപയോഗിക്കാം. അതിനുശേഷം ഇതിലോട്ടേക്ക് ഇതിന് താഴെ ഭാഗത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റെഡ് സോസിൽ നിന്നും കുറച്ച് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ. കൂടെ തന്നെ കുറച്ച് വൈറ്റ് സോസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പാത്രത്തിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ആ ഒരു പാത്രം ചെറിയൊരു പാത്രമാണ്, അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. മുകളിൽ വീണ്ടും നമ്മൾ റെഡ് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ലെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ചെയ്യുന്ന അതേ രീതിയിൽ ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ലെയർ ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് റെഡ് സോസ് അതുപോലെ കുറച്ച് വൈറ്റ് സോസ് ചേർത്ത് കൊടുത്തു. അടുത്തതായിട്ട് നമ്മുടെ വെജിറ്റബിൾ ഫില്ലിങ്ങിൽ നമ്മൾ പകുതി ഭാഗം ഈ ഒരു ലെയറിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ചേർത്തതിന് ശേഷം ചീസ് നമ്മൾ ധാരാളം ഉപയോഗിക്കും കേട്ടോ. ലസാനയിൽ ചീസാണ് ശരിക്കും ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ മൊസറല്ല ചീസോ ചെദാർ ചീസോ, ഞാനിപ്പോൾ ചെദാർ ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്തോട്ടേക്ക് കുറച്ച് വൈറ്റ് സോസും അതുപോലെ തന്നെ, അതായത് ചീസ് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് വൈറ്റ് സോസും കുറച്ച് റെഡ് സോസും ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മുടെ അടുത്ത് സ്ലൈസ് ബ്രെഡ്, ഇങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ തന്നെ വീണ്ടും നമ്മൾ സോസും വൈറ്റ് സോസൊക്കെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ബാക്കിയുള്ള വെജിറ്റബിൾസ് ഞാൻ മുഴുവൻ ചേർത്തിട്ടില്ല, ഒരു ഇത്തിരി ഭാഗം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫൈനലായിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് ലെയറായിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതിനകത്തോട്ടേക്കും നമ്മുടെ റെഡ് സോസും അതുപോലെ തന്നെ വൈറ്റ് സോസും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചേർത്തതുപോലെ തന്നെ ചീസ് ധാരാളമായിട്ട് നമ്മുടെ ചെദാർ ചീസ് ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അത് മുകൾ ഭാഗത്ത് ഇങ്ങനെ ചേർത്തിട്ട് കുറച്ച് വൈറ്റ് സോസും അതുപോലെ തന്നെ കുറച്ച് റെഡ് സോസൊക്കെ ചേർക്കുമ്പോഴാണ് ബേക്ക് ചെയ്ത് വരുമ്പോഴത് കാണാനൊക്കെ ശരിക്കും ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോ, അതായത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതിന് കുറച്ച് ഒറിഗാനോ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണിക്കുന്നതാണ്. താഴെ ഭാഗത്ത് ഉപ്പ് വെതറിയിട്ട് മുകൾ ഭാഗത്തൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഒത്തിരി സമയമൊന്നും ചെയ്യേണ്ട, ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പാത്രത്തിനൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരു 3 മിനിറ്റൊക്കെ ചൂടാക്കി എടുത്താൽ മതി. നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം ഈ ഒരു ട്രേ ഇറക്കി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് എടുക്കും കേട്ടോ. കാരണം നമ്മൾ ഈ സ്റ്റൗവിൽ ചെയ്യുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി, ലോ ഫ്ലെയിമിൽ ഇടണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ചീസ് മെൽറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഫ്ലെയിം വെക്കുന്നതിനനുസരിച്ചിരിക്കും, ചില സമയത്ത് അത് 15 മിനിറ്റ് ആവും. അപ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോവേവ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 12 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, ഇതൊന്ന് 12-13 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മൈക്രോവേവ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് റെഡി ആയി കിട്ടും, അതുപോലെ ഓവൻ സെറ്റപ്പിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആയി കിട്ടും. അപ്പോൾ സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുമ്പോഴാണ് കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ ഈ ഒരു സംഭവം ശരിക്കും ഞാനിപ്പോൾ വളരെ ഒരു ചെറിയ രീതിയിലാണ് ഇത് കാണിച്ചിട്ടുള്ളത്, പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു സ്ലൈസ് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഒത്തിരി ചീസും സോസും എല്ലാം മിക്സ്ഡ് ആണല്ലേ, അപ്പോൾ വളരെ ഹെവി ആയിട്ടുള്ളതാണ്. ഒരു ഇത്തിരി കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് വയറ് നിറയും എന്നൊക്കെ പറയില്ലേ, നല്ല ടേസ്റ്റാണ്. നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.